നമസ്കാരം. ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വേദിക് അസ്ട്രോളജിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളുടെ യോഗമാണ്. അത് സൂര്യനും ശനിയും ചേർന്നുള്ള യോഗം, അച്ഛനും മകനും ചേർന്നുള്ള യോഗം. രണ്ടും രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. അച്ഛനും മകനും ആണെങ്കിൽ പോലും സൂര്യൻ വ്യക്തിത്വം, വിറ്റാലിറ്റി, ശക്തി, ശാരീരിക ശക്തി, ബോധമനസ്സ്, അതുപോലെ തന്നെ അംഗീകാരം, ഇതൊക്കെയാണ് സൂര്യൻ. ശനിയാണെങ്കിൽ കർമ്മം, ഡിസിപ്ലിൻ, അച്ചടക്കം, നിയന്ത്രണം, എല്ലാത്തിനും ഒരു പരിമിതിപ്പെടുത്തൽ, ഡിലേ, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുടെ ഉടമയാണ് ശനി. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ യോഗത്തിന് മറ്റ് പേര് പറയുന്നത്, ഒന്ന് പിതൃദോഷ യോഗം എന്ന് പറയും, മറ്റൊന്ന് പറയുന്നത് ബന്ധനയോഗം എന്ന് പറയും. ഇതിനുപരിയായിട്ട് ഈ യോഗത്തിന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കളെ പറ്റി കൂടി പറയാം. വളരെ നമുക്കെല്ലാം അറിയുന്ന ഈ ഡയമണ്ട്, അതുപോലെ തന്നെ പേൾ, ഇവയ്ക്കും ഈ യോഗവുമായിട്ട് ഒരുപാട് താരതമ്യപ്പെടുത്താൻ കഴിയും. ഞാനത് നിങ്ങൾക്ക് വിവരിച്ച് തരാം. ആദ്യമായിട്ട് ഈ പിതൃദോഷം എന്ന് പറയുന്നത് സ്വഭാവങ്ങൾ തമ്മിലുണ്ടാകുന്ന വ്യത്യാസമാണ്. സൂര്യൻ, നമുക്കറിയാം, ഈ ശനിയുടെ ആദ്യകാല ജീവിതം സൂര്യനുമായിട്ട് വളരെയധികം ടെൻഷനിലായിരുന്നു. സൂര്യൻ ശനിയെ വെറുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കുട്ടിക്കാലം. അത് പിൻകാലത്ത് ശിവന്റെ ഇടപെടലും ഉപദേശങ്ങളുമാണ് ആ വ്യത്യാസങ്ങൾ ഇല്ലാതാകുന്നത്. അതുവരെ ശനി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ഈ യോഗമുള്ള ആൾക്കാർക്കും ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് സംഘർഷങ്ങളും വിഷമതകളും ഒരുപാട് ജോലി ചെയ്യേണ്ടതായ അവസരങ്ങളുമൊക്കെ വരും. പക്ഷേ പിൽക്കാലത്ത് അവർ എല്ലാത്തിനെയും അതിജീവിച്ച് ഒരു നല്ല ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കും. അതാണ് ഈ യോഗത്തിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് ഞാൻ പറയാം, ഈ യോഗം ഒരു അധ്വാനത്തിൻ്റെ, നിരന്തരമായ അധ്വാനത്തിൻ്റെ ഒരു യോഗമാണ്. ഈസിയായിട്ട് ഈ യോഗക്കാർക്ക് ഒരു കാര്യവും നേടാൻ സാധിക്കില്ല. അധ്വാനത്തിന് തയ്യാറായിരിക്കും. ബുദ്ധിയും അധ്വാനവും കൊണ്ട് ജീവിതത്തെ അവർ നേരിടും, വിജയിപ്പിക്കും. ഈ ഒരു ഉദാഹരണം ഞാൻ പറയാം. നെൽസൺ മണ്ടേല, അല്ലെങ്കിൽ വേറെ ഒരു ഇന്ത്യൻ പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട്, വീര സവർക്കർ. ഇവർക്കൊക്കെ ഈ യോഗമുള്ളവരാണ്. ഇവർ ഒരു കാലത്തും കോംപ്രമൈസിന് തയ്യാറായിരുന്നില്ല. അവർ വിശ്വസിച്ച കാര്യത്തിന് വേണ്ടി പോരാടാൻ, ധർമ്മത്തിനും വേണ്ടി പോരാടാൻ, നീതിക്ക് വേണ്ടി പോരാടാൻ എന്നും ഇവർ റെഡിയായിരുന്നു. നേരെ മറിച്ച് അതിന് ഒരു കോംപ്രമൈസിന് ഒരു കാലത്തും ഈ വ്യക്തികൾ തയ്യാറാവുകയില്ല. ഈ യോഗമുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണത്. അവർ അധ്വാനിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് അംഗീകാരങ്ങൾ നേടിയെടുക്കും, സമയമെടുക്കും എന്നുള്ള ഒരു ദോഷമാണ് ഇവിടെ പറയാനുള്ളത്. ഈ യോഗക്കാർക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു അംഗീകാരം കിട്ടുന്നത് ഏകദേശം ഒരു 30 വയസ്സിന് ശേഷമായിരിക്കും. എങ്ങനെയായാലും
ആ അംഗീകാരം സ്ഥായിയായ അംഗീകാരമായിരിക്കും. ആ അംഗീകാരത്തിന് പിന്നീടൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയില്ല. കാരണം അത് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു അംഗീകാരമായിരിക്കും. ഒരുപാട് യാതനകൾ അനുഭവിച്ച് കിട്ടുന്ന അംഗീകാരമായിരിക്കും. സൂര്യനും ശനിയുമാണ്. ഡിസിപ്ലിനാണ്, അധ്വാനത്തിന് റെഡിയാണ്. കാരണം ഈ കാലപുരുഷന്റെ 11-ഉം 10-ഉമാണ്. കർമ്മസ്ഥാനത്തിൻ്റെയും ഉടമയാണ് ശനി. കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും കൊടുക്കുന്നയാളാണ്. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൻ്റെ ബുദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും ഒരു ഭാവമാണത്. ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു യോഗമാണ് ഈ സൂര്യനും ശനിയും ചേർന്നുണ്ടാകുന്നത്. അവിടെ കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പിൽക്കാലത്ത് വലിയ അംഗീകാരം ഉണ്ടാക്കുന്ന ഒരു യോഗമായിരിക്കും. ഈ യോഗത്തിൽ ജനിക്കുന്ന ആൾക്കാർ അവർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള, ഉയർന്ന ആൾക്കാരുമായിട്ടുള്ള സംഘർഷത്തിന് വഴിയുണ്ടാക്കരുത്. പിതാവ് അല്ലെങ്കിൽ പിതൃതുല്യന്മാരായ ആൾക്കാരുമായിട്ട് സംഘർഷത്തിന് പോകരുത്, വാദപ്രതിവാദത്തിന് പോകരുത്. നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ച് പെരുമാറുകയാണെങ്കിൽ ഈ യോഗത്തിന് വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊന്ന്, അനീതിക്ക് എതിരായിട്ടുള്ള പോരാട്ടം. അതാണല്ലോ ഈ സൂര്യനും ശനിയും ചേർന്ന് നിൽക്കുന്ന യോഗത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അങ്ങനെ പോരാടുന്ന ആൾക്കാരാണ് ഇന്നത്തെ സമൂഹത്തിൽ വളരെ അംഗീകരിക്കപ്പെടുന്നവർ. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ആദ്യ യാതനകൾ ആരും അറിയുന്നില്ല. ഏതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് കാർബണാണ്, കറുത്ത ഒരു വസ്തുവാണത്. അത് ഒരുപാട് പ്രഷറും ടെമ്പറേച്ചറും അനുഭവിച്ചാണ് അതിന് രൂപഭേദം ഉണ്ടാകുന്നത്. വളരെ കാലത്തെ സഹനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഉണ്ടാകുന്നതോ കാർബണിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന അതിമനോഹരമായ ഡയമണ്ടാണ്. പ്രകാശം വമിക്കുന്ന ഒരു വസ്തുവാണത്. എല്ലാവർക്കും അതൊരു അത്ഭുത വസ്തുവായിട്ട് തോന്നും. അപ്പോൾ അതാണ് ഡയമണ്ട്, കാർബണിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണ്. ഒരുപാട് യാതനകൾ ആദ്യഘട്ടത്തിൽ അനുഭവിച്ചാണ് ഈ വസ്തു രൂപാന്തരപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ സമുദ്രത്തിൽ നിന്ന് കാണുന്ന മുത്ത്, പേൾ. ഈ ഓയിസ്റ്ററിൽ അന്യവസ്തുക്കൾ വന്ന് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ചാണ് നാക്കർ വലയം ചെയ്തിട്ടാണ്, കുറെ കാലത്തെ അധ്വാനം കൊണ്ടാണ് ഈ ഒരു പേൾ എന്ന മനോഹരമായ വസ്തു രൂപാന്തരപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ യോഗമുള്ളവരും. ഒരുപാട് അനുഭവിച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഡയമണ്ട്സും ഒരു പേൾ ആയിട്ട് മാറും. ഒരുപാട് അംഗീകാരം കിട്ടും, ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടായി. ഈ യോഗത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് യോജിച്ച ജോലികൾ, ഒന്ന്, ആരോഗ്യപരമായ കാര്യത്തിൽ ഇവർ വളരെ ശക്തന്മാരായിരിക്കും. ശരീരത്തിന് എല്ലിനും അങ്ങനെ തന്നെ ഈ ബ്ലഡ് ഫ്ലോ വളരെ നന്നായിട്ടുള്ളത് കൊണ്ട് ഇവർ ഒരു ബോഡി ബിൽഡേഴ്സ് ആകാനൊക്കെ നല്ല സാധ്യതയുള്ളവരാണ്. അങ്ങനെയുള്ള ഫീൽഡുകൾ സെലക്ട് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഈ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നടനുണ്ട്, ആർണോൾഡ് ഷ്വാസ്നെയ്ഗർ. അമേരിക്കയിലെ ഹോളിവുഡിലെ ഒരു പ്രശസ്തനായ നടനാണ്. ഏറ്റവും നല്ലൊരു ബോഡി ബിൽഡറായിരുന്നു, വ്യവസായിയായിരുന്നു, ധനികനായിരുന്നു, നല്ല നടനായിരുന്നു. അതുപോലെ തന്നെ സാധ്യതകൾ ഈ യോഗമുള്ള ആൾക്കാർക്കുമുണ്ട്. ബോഡി ബിൽഡിംഗ് ഒക്കെ ഇവർക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഈ എല്ലുകൾക്ക് നല്ല ശക്തി ഉണ്ടാകും, എല്ലും പല്ലിനും ഒക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഫീൽഡ്, പട്ടാളം,
പോലീസ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇങ്ങനെയുള്ള ഫീൽഡുകളൊക്കെ, സ്പോർട്സ്, സ്വിമ്മിങ്, ഇതൊക്കെ ഇവർക്ക് അനുയോജ്യമായ ഫീൽഡാണ്. മറ്റൊരു ഫീൽഡുണ്ട്, കാരണം ശനിയുടെ ഡിസിപ്ലിനും സൂര്യൻ്റെ സത്യസന്ധതയും ധീരതയും ഒക്കെ ചേർന്നിട്ട് ഇവർക്ക് യോജിച്ച മറ്റൊരു ഫീൽഡാണ് നിയമം. നല്ല അഡ്വക്കേറ്റ്സൊക്കെ ആകാൻ, അല്ലെങ്കിൽ നല്ല ജഡ്ജിമാരാകാൻ, അല്ലെങ്കിൽ സിവിൽ സർവീസുകൾ, ഇങ്ങനെയുള്ള പല മേഖലകളും ഇവർക്ക് യോജിച്ചതാണ്. എല്ലാ കൊണ്ടും ദോഷഫലങ്ങൾ എന്ന് വെച്ചാൽ അധ്വാനിക്കണം, അധ്വാനത്തിൻ്റെ ഫലം കിട്ടാനുള്ള ഒരു സമയ ദൈർഘ്യം ഈ ഒരു യോഗക്കാർക്ക് ഉണ്ടാകും. അധ്വാനത്തിൻ്റെ കാര്യത്തിൽ അവർ വിജയിക്കണമെങ്കിൽ ആത്മനിയന്ത്രണം, അതാണ് ഏറ്റവും പ്രധാനം. അവർക്ക് പെട്ടെന്ന് ഒരു ഇമ്പൾസീവ് നേച്ചർ ഉണ്ടാകും. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലൊരു യോഗമാണിത്. ഈ യോഗക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേണ്ടാത്ത കാര്യത്തിൽ ആർഗ്യുമെൻസിന് പോകരുത്. സുപ്പീരിയേഴ്സായിട്ട് അല്ലെങ്കിൽ ഉയർന്ന ആൾക്കാരായിട്ടെല്ലാം അധികം ഒരു ആർഗ്യുമെൻറ്റ്സ് നടത്തരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വിശ്വസിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് അത് സ്വീകരിപ്പിക്കാൻ ശ്രമിക്കരുത്. അവർക്കൊരു ചോയ്സ് കൊടുക്കണം. നമുക്ക് നമ്മുടേതായ ആശയങ്ങളുണ്ടെങ്കിൽ ആ ആശയങ്ങൾ അത് നമ്മളിൽ വെച്ചുകൊണ്ട് അവരോട് നമുക്ക് ഉപദേശിക്കാം, പക്ഷെ നിർബന്ധിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഒരു യോഗക്കാർക്ക് നല്ല ഭാവി ഉണ്ടാകും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ദോഷത്തിനുള്ള ഒരു പ്രതിവിധി എന്ന തരത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, ഈ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെ ബഹുമാനിക്കുക, ആദരിക്കുക, സേവിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അത് ധനികന്മാരും പാവങ്ങളെയും ഒരുപോലെ നമ്മൾ സേവിക്കണം. അത് പാവങ്ങൾക്ക് കഴിയുമെങ്കിൽ കൂടുതൽ പ്രാധാന്യം പാവങ്ങൾക്ക് കൊടുക്കണം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട എന്തെങ്കിലും നമ്മുടെ ഒരു സേവന സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. രണ്ടാമത്, ഇതൊരു പേഴ്സണൽ അഭിപ്രായമാണ്, കൂടുതലായിട്ട് വീടുമായിട്ട് ബന്ധം വെക്കുന്നത് യോജിച്ചതല്ല. കഴിയുന്നതും വീട് വിട്ട് നമ്മുടെ കർമ്മ മേഖല കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ യോഗത്തിൻ്റെ ചെറിയ ദോഷങ്ങൾക്ക് സൂര്യ നമസ്കാരം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെ തന്നെ ആ മന്ത്രം, സൂര്യൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതും ഈ യോഗക്കാർക്ക് നല്ലതാണ്. എങ്ങനെയായാലും ദോഷങ്ങൾ നമ്മൾ നിയന്ത്രിച്ചാൽ അത് ഗുണഫലം ഉണ്ടാക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. നല്ല യോഗം ഉള്ള ആൾക്കാരാണ്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ശൈലിയെ ക്രമീകരിച്ചാൽ മാത്രം മതി. കൂടുതലായി പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം.